ഹലോ കൂട്ടുകാരെ, ഞാനിപ്പം ജോലി കഴിഞ്ഞ് പോകുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ കാറെന്ന് പറഞ്ഞ് ഞാൻ ഫ്രീസ് ചെയ്ത് നമ്മൾ കാറ് ശരിക്കും ക്ലീൻ ചെയ്യാതെ പോകാൻ പാടില്ല. അതാണ് ബൈ ലോ. ഇവിടെ ക്ലീൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റത്തില്ലല്ലോ. അപകടങ്ങളുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാം സേഫ്റ്റിയാണ് ഫസ്റ്റ്. അതാണ് ശരിയും. സേഫ്റ്റി ആയിരിക്കും ഫസ്റ്റ്. എല്ലാം ക്ലീൻ ചെയ്ത് പോകുമ്പോഴത്തേനും വണ്ടി ഓണാക്കി ഒരു സമയമെടുക്കും. അതാണ് ഇവിടുത്തെ ഈ വിൻ്റർ സീസൺ ഒരു വല്ലാത്തൊരു ചടങ്ങ്. എല്ലാം ക്ലീൻ ചെയ്ത് അരമണിക്കൂർ മുമ്പ് വണ്ടി ഓൺ ചെയ്തിട്ട് അപ്പോൾ അത് ശീലമായി. എങ്കിലും എന്ത് ചെയ്യാൻ, തണുപ്പെന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ളതാണ്. ഇതുണ്ടോ, എല്ലാം സമയമെടുക്കുക. ഇന്ത്യ ഫ്രീസ് ചെയ്തിരിക്കുന്നത് കല്ല് പോലെ. അത് ശരിക്കും എല്ലാവരും ഇതുണ്ട്. മൊത്തം കാറുകൾ മഞ്ഞിൽ മൂടി കിടക്കണം. വേറെ എല്ലാം സഹിക്കും. ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സ്നോയാണ് ഓക്കെ. ഇത് നമ്മൾ കല്ല് പോലെയുള്ള സ്നോ ഇതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ പ്രത്യേക ഇത് ഉപയോഗിച്ച് ഉണ്ടോ ആണ് ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി. ഇല്ല, ചിലരൊക്കെ ഇപ്പോൾ ഈ ചൂടുവെള്ളം എനിക്ക് ചൂടുവെള്ളം ഞാൻ ഒഴിക്കത്തില്ല. മീൻസ് അത് ചിലപ്പോൾ അപകടം ശ്രദ്ധിക്കും, പൊട്ടിപ്പോകും ചില്ല്. ചൂടൻ അതിനൊക്കെ ഒരു കൃത്യനിഷ്ഠ ചൂട് കാര്യങ്ങൾ അറിഞ്ഞു വേണം. വല്ലാത്തൊരു പരിപാടി തന്നെയാണ്. ജോലിയും കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും വേഗം വീടെത്താന്ന് ഓർത്താന്നും സംഭവം നടക്കത്തില്ല. സമയമെടുക്കും. നമ്മൾ തന്നെ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം വീടെത്തും. അപ്പോൾ അതാണ് ഇവിടെ കാനഡയിൽ കാലാവസ്ഥ വളരെ മോശം. അതിൻ്റെ കൂടെ സ്റ്റുഡൻ്റായിട്ടുള്ള കയറി വന്നവരൊക്കെ ജോലിയും കാര്യങ്ങളും കൂടെ ഇല്ലെങ്കിൽ തണുപ്പെന്നും പറഞ്ഞൊന്നും ഒരു ജോലി കിട്ടാൻ വരെ പാടുള്ള സമയമാണ് ഈ കാലഘട്ടങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒത്തിരിയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഒരു ലൈഫ് അന്യനാട്ടിലൊക്കെ നമ്മൾ പറിച്ച് നടപ്പെടുമ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഏത് നാട്ടിൽ വന്നാലും ഏത് രാജ്യത്ത് ജീവിച്ചാലും എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും. ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാത്തിനെയും നമ്മൾ മറികടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിൻ്റെ രീതി. കാരണം ഇവിടെയൊക്കെ ഈ വർഷം ഈ 2025 വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോയത്. മുന്നോട്ടുള്ള വർഷമെല്ലാം നല്ല രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഹാവ് എ നൈസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.